ഹലോ ഫ്രണ്ട്സ്, ഐ ആം ആഷ്പൂർ സർട്ടിഫൈഡ് ഫുഡ് റിഫ്ലക്സോളജിസ്റ്റ്. ഇത് പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും കാലിന് വേദനയൊക്കെ ഉണ്ടാവില്ലേ? അപ്പോൾ അത്തരത്തിലുള്ളൊരു വേദന വരുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഫുഡ് റിഫ്ലക്സോളജി നമ്മുടെ ശരീരത്തിലെ വിവിധ അവയവങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്നുള്ള ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാണ്. അപ്പോൾ നമ്മുടെ കാലിലെ റിഫ്ലക്സ് പോയിന്റിൽ ഉത്തേജിപ്പിക്കുന്ന നാച്ചുറൽ ചികിത്സാ രീതിയാണ് ഫുഡ് റിഫ്ലക്സോളജി. അതുപോലെ തന്നെ ചില ഫുഡ് ഡിസോർഡേഴ്സ് നമ്മളുടെ പ്രശ്നങ്ങൾക്ക് ഇത് സഹായകരമാകുന്നുണ്ട് എന്നതിനെ പറ്റി നമുക്കറിയാം. കാലുകളുടെ സാധാരണ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ കാലിലുണ്ടാകുന്ന വേദന, ഫുഡ് പെയിൻ, അതിനേരം നിൽക്കുമ്പോഴുണ്ടാകുന്ന വേദന, അതുപോലെ തന്നെ നടക്കുമ്പോൾ മൂലമുള്ള വേദന, ഇത് കുറയ്ക്കാൻ ഫുഡ് റിഫ്ലക്സോളജി വളരെയേറെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹീൽ പെയിന്, പ്ലാന്റാർ ഫെസൈറ്റീസ്, ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യമാണ് ഈ പ്ലാന്റാർ ഫെസൈറ്റീസിനെ പറ്റിയിട്ടുള്ളത്. കാലിൻ്റെ നമ്മളുടെ ഹീലിന് അടിയിൽ ഭാഗത്ത് വരുന്ന ഒരു വേദനയാണത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉണ്ടാകുന്ന കാൽവേദന കുറയ്ക്കാൻ വളരെയേറെ എഫക്റ്റീവാണ് ഫുഡ് റിഫ്ലക്സോളജി. അതുപോലെ തന്നെ നമ്മുടെ സന്ധികളിൽ നമുക്ക് ചലിക്കാനുള്ള അതിൻ്റെ ഒരു ക്ഷമത കുറഞ്ഞ് അല്ലെങ്കിൽ വന്നത് ശേഷം നമുക്കതിനെ മെച്ചപ്പെടുത്താൻ ഫുഡ് റിഫ്ലക്സോളജി വളരെ എഫക്റ്റീവായിട്ടുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് കാൽമുട്ടിൻ്റെ വേദന, വിരൽ സന്ധി വേദന, ജോയിൻ്റ് സ്റ്റിഫ്നെസ്, അതേപോലെ ഡിസ്കംഫേർട്ട് തുടങ്ങിയ കുറയ്ക്കാൻ, ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കുറയ്ക്കാൻ റിഫ്ലക്സോളജി വളരെയേറെ എഫക്റ്റീവാണ്. നാഡീവേദന അഥവാ നെർവ് പെയിന്, ന്യൂറോപ്പതിയിൽ ഇത് വളരെയേറെ സഹായം ചെയ്യുന്നതാണ്. പ്രമേഹ രോഗികൾക്കുണ്ടാകുന്ന കാല് ചുട്ടുപൊള്ളൽ, അതുപോലെ തരിപ്പ് എന്നിവ കുറയ്ക്കാൻ ഫുഡ് റിഫ്ലക്സോളജി സാധ്യമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നിങ്ങളത് നന്നായിട്ട് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. കാൽവീക്കം, സ്വെല്ലിങ്, എഡിമ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വളരെയേറെ എഫക്റ്റീവാണ്. രക്തചംക്രമണം അതേപോലെ തന്നെ മെച്ചപ്പെടുത്തി നമുക്ക് ഈ ഇത്തരത്തിലുള്ള സ്വെല്ലിംഗ് ഒക്കെ ഒന്ന് കുറയ്ക്കാൻ വളരെയേറെ എഫക്റ്റീവാണ് ഫുഡ് റിഫ്ലക്സോളജി. കാലിലെ മസിൽസ് ടൈറ്റ്നസ്, കംപ്രസ് ഇവയൊക്കെ മസിലിനെ റിലാക്സ് ചെയ്ത് ആശ്വാസം നൽകാനും ഇത് വളരെ സഹായകരമായ ഒന്നാണ്. അതുപോലെ നമുക്ക് ഈ കാലിൻ്റെ അടിയിലുണ്ടാകുന്ന ബേണിംഗ് സെൻസേഷൻസ്, അതേപോലെ തന്നെ നമുക്ക് നാടിയിലെ ഈ സമ്മർദ്ദം എല്ലാം കുറയ്ക്കുവാൻ ഫുഡ് റിഫ്ലക്സോളജി വളരെ എഫക്റ്റീവായിട്ടുള്ളതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുക. ഫുഡ് റിഫ്ലക്സോളജിയിൽ ഡയബറ്റിക് പേഷ്യൻസിന് ഏറ്റവും നല്ല ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു കാര്യം വെച്ചാൽ ഒന്നാമത് നമുക്കിവിടെ പെരുപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവിടെ ഒരു സ്റ്റിമുലേഷൻ കിട്ടുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാകും? അത് നമുക്ക് നോർമലായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അത് സാധാരണഗതിയിൽ ഒരു ഡയബറ്റിക് പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ 3 to 5 years എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അപ്പോഴേക്കും നിങ്ങൾക്ക് ഒരു 3 to 5 years എന്നുള്ള ഒരു ഗ്യാപ്പിലൂടെയാണ് വരുന്നത്. അപ്പോൾ ഒരു 3 years 2 yearsനുള്ളിലാണ് അത് ഡോക്ടർമാർ അതിനെ കൺസൾട്ട് ചെയ്ത് കണ്ടുപിടിച്ച ശേഷം പറയുന്നത്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ മരുന്നെടുക്കണം ഒരു ആവശ്യകതയുമില്ല. ആ സമയത്ത് നിങ്ങൾ ഫുഡ് റിഫ്ലക്സോളജി ചെയ്യുകയാണെങ്കിൽ കോഴ്സായിട്ട് തന്നെ ചെയ്യേണ്ടതായിട്ട് വരും. അത്തരത്തിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെയേറെ എഫക്റ്റീവാണ്. നമ്മളെ നെർവ് സിസ്റ്റത്തിൽ നിന്ന് പോകുമ്പോൾ നമുക്കത് സ്പൈനൽ കോഡ് വഴി നമുക്ക് സെൻസറി നെർവ് സിസ്റ്റം അതിനെ നമുക്ക് സെൻസറി നെർവ് സിസ്റ്റം വഴിയാണ് നമുക്ക് ഇതിനൊക്കെ ഫോളോ ചെയ്ത് പോകാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമുക്കത് സ്പൈനൽ കോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബ്രെയിനിലേക്ക് അതിൻ്റെ ഒരു സിഗ്നൽ കൊടുക്കുകയും അത് നമുക്ക് അതിൻ്റെതായ രീതിയിൽ അത് കാര്യങ്ങൾ എങ്ങനെയൊക്കെ ഒരു പ്രൊഫഷണൽ റിഫ്ലക്സോളജിസ്റ്റിനെ അറിയാൻ പറ്റും. അവർ പ്രോപ്പറായിട്ട് അത്